ഇഷ്ടമായതിനെ കൈവശപ്പെടുത്തുവാൻ പൊതുവെ എല്ലാവർക്കും താൽപ്പര്യവും ഉത്സാഹവുമാണ്. എന്നാൽ അതിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനാവശ്യമായ അധ്വാന നിക്ഷേപം നടത്തുന്നതിൽ പൊതുവെ അലംഭാവമോ വൈമുഖ്യമോ പ്രകടമാണ് താനും. ഇത് ആശാസ്യമായ ഒരു സ്ഥിതിയല്ല. കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു സന്തുലനം ഉറപ്പുള്ള സാമൂഹ്യക്രമത്തിന് അനുപേക്ഷണീയമാണെന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ. എടുക്കുമ്പോൾ ഓർക്കണം എന്ന് ചുരുക്കം. ഏത് ജീവിക്കും തനിച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഏറെയേറെ വൈവിധ്യമുള്ള പല ജീവികളും ജീവിസമൂഹങ്ങളും അറിഞ്ഞും അറിയാതെയും പരസ്പരം നേരിട്ടും അല്ലാതെയും ലഭ്യമാക്കുന്ന സേവനങ്ങൾ ഉപയോഗപ്രദമാകുന്ന അതിസങ്കീർണമായ ഒരു വ്യവസ്ഥയിലാണ് അവയെല്ലാം സഹവസിക്കുന്നത്. ജൈവവൈവിധ്യത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന കലവറയാണ് ഭൂമി. ഭൂമിയുടെ ജൈവമണ്ഡലത്തിലെ ജീവികൾ തമ്മിൽ നിരവധി കാരണങ്ങളാൽ വൈവിധ്യം പുലർത്തുമ്പോഴും അവയിൽ ഓരോന്നും മറ്റൊന്നിൻ്റെ അനിവാര്യ ഘടകമായി വർത്തിക്കുന്നു എന്നത് വിവരണ സാധ്യതകളെ ആകെ നിഷ്പ്രഭമാക്കുന്ന സ്നിഗ്ധവും സർഗാത്മകവുമായ ഒരു അസ്തിത്വബന്ധ വിശേഷമാണ്. ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്പര ആശ്രയത്വം ഒരു പ്രകൃതി നിബന്ധനയാണ്. ഓരോ ജീവിയും സ്വയം ജീവിക്കുന്നതോടൊപ്പം സഹജീവികളുടെ ജീവിതത്തിന് ഉപകാരപ്രദമായിരിക്കുന്നതായും കാണാം. ഈ പ്രവണതയാണ് ഭൂമിയിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പരസ്പര പൂരകവും മനോഹരവും ദൃഢതരവുമാക്കുന്നത്. പ്രകൃതിയിലെ പാരസ്പര്യത്തിൻ്റെ ഈ മഹത്തായ ശ്രുതി മഹാത്മ്യത്തെ തിരിച്ചറിയുവാനും അതിൻ്റെ വ്യവസ്ഥകളെ സ്വജീവിതത്തിൽ പകർത്തുവാനും അനുശീലിക്കുവാനും മനുഷ്യർ പ്രത്യേകം നിഷ്കർഷ വയ്ക്കണം. കൊടുക്കുകയും എടുക്കുകയും ചെയ്യുക അഥവാ പങ്കുവയ്ക്കുക അഥവാ അന്യോന്യം ആശ്രയിക്കുന്നതിനുള്ള സാഹചര്യം പുലർത്തുക എന്നത് ജീവിതത്തിൻ്റെ കാതലായ തത്വമാണ്. എന്നാൽ ഈ പാരസ്പര്യം ഏത് സാഹചര്യത്തിലും ഒരു ഏകദിശാവിനിമയ ഉപായമായി പരിണമിക്കുന്നത് ഒട്ടുമേ നന്നല്ല. അത് തീർച്ചയായും ബഹുദിശാ താൽപ്പര്യം സംരക്ഷിക്കുന്നതായിരിക്കണം. വാങ്ങുകയും എടുക്കുകയും ചെയ്യുന്നതിൽ മാത്രം കേന്ദ്രീകൃതമാകുന്ന ജീവിത പദ്ധതികൾ സ്ഥായി ആയിരിക്കില്ല എന്ന് നമുക്ക് മറന്നുകൂടാ. ഈ രീതി ദാതാവിനെ ക്ഷയിപ്പിച്ചുകൊണ്ട് സ്വീകർത്താവിൻ്റെ നിലനിൽപ്പിനെ അസാധ്യമാക്കുന്നതാകും. എടുക്കുന്നതിൽ മാത്രം പരിമിതപ്പെടുന്ന പ്രതിപത്തി നിലനിൽപ്പിന് സഹായകമാവില്ല. ഓരോ വ്യക്തിയും സ്വാധ്യായത്തിലും സ്വാധ്വാനത്തിലും സ്വാശ്രയത്വത്തിലും ആഭിമുഖ്യം വളർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഗുണപാഠം. വാങ്ങുന്നത് മാത്രം ശീലമാക്കുന്നത് പരാന്നഭുക്തിയുടെ മാർഗമാണ്. പാരസ്പര്യത്തിൽ കണ്ണിയായിരിക്കുന്ന മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഓരോ ജീവിയും നിരുപാധികവും സ്വാഭാവികവുമായ കൊടുക്കൽ വാങ്ങൽ ഉടമ്പടിയിൽ നിബദ്ധമാണെന്നത് കൂടുതൽ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ ആവശ്യമില്ലാത്ത ഒരു പാരിസ്ഥിതിക സംഹിതയാണ്. എന്നാൽ കൊടുക്കാതെ വാങ്ങണം എന്ന താൽപ്പര്യം മനുഷ്യനിൽ പൊതുവെ രൂഢമൂലമായിട്ടുണ്ടെന്ന് കാണാതെയും വയ്യ. ഇത് ജീവിതത്തിൻ്റെ ഗുണപരതയെയും സുസ്ഥിതിയെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നത് നിസ്തർക്കമാണ്. സമ്പൂർണമായ ആശ്രയത്വത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാപത്താണിത്. സ്വാശ്രയത്വത്തിൻ്റെ മൂല്യങ്ങളെയും മാന്യതകളെയും കൈവെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനുള്ള തന്ത്രം അപഹാസ്യമാണ്. ഒരുപക്ഷെ മനുഷ്യൻ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു രീതിയോട് വർദ്ധിച്ച ആഭിമുഖ്യം പുലർത്തുന്നത്. കൈ നനയാതെ മീൻ പിടിക്കണം എന്ന പ്രകൃതമാണിത്. ഇപ്രകാരത്തിലുള്ള ഒരു സാമൂഹ്യ പരിസരത്ത് ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ പല കുട്ടികളും അധ്വാനത്തിൻ്റെ രുചി അറിയാൻ അവസരമില്ലാതെയാണ് വളരുന്നത്. കുട്ടികൾ എന്താവശ്യപ്പെട്ടാലും ഒരു വിചാരമോ വിശദീകരണമോ ഇല്ലാതെ എത്രയും പെട്ടെന്ന് ആവശ്യത്തിലധികം നൽകാൻ മത്സരിക്കുന്ന രക്ഷിതാക്കൾ ആവശ്യപൂർത്തിക്കായി സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും വേണം എന്ന പാഠം കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കുക കൂടി ചെയ്യുകയല്ലേ. അധ്വാനത്തിൻ്റെ മഹത്വം അറിയാതെ ജീവിക്കുവാൻ അവരെ ശീലിപ്പിക്കുന്നത് മുതിർന്നവരിലെ അവിവേകം തന്നെയാണെന്ന് പറയാം. ജീവിതത്തിൽ കുറുക്കുവഴികളിലൂടെ സ്വന്തമാക്കുന്ന സന്തോഷങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും പിന്നിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രയത്നത്തിൻ്റെ വിയർപ്പും കഷ്ടപ്പാടുകളുടെ കണ്ണുനീരും പരിത്യാഗത്തിൻ്റെ മൂല്യസമർപ്പണങ്ങളും ഉണ്ടായിരിക്കുമെന്ന് കുട്ടികൾ അറിയണം.
ഓരോ നാണയത്തുട്ടിൻ്റെയും ഓരോ ധാന്യമണിയുടെയും വിലയറിയുന്ന കുഞ്ഞുങ്ങൾ അതിനൊക്കെ ശരിയായ വില കൽപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെയായാൽ ജീവിതത്തിൽ മൂല്യവത്തായ ഒന്നിനെയും അവമതിക്കാനോ പാഴാക്കാനോ ഒരിക്കലും അവർ മുതിരുകയില്ല. അധ്വാനം പ്രഗത്ഭമതിയായ ഗുരുവാണ്. അധ്വാനിച്ച് ജീവിക്കുവാനുള്ള ഹിതം എല്ലാവർക്കും ഉണ്ടാകണം. വ്യക്തിയുടെ ആർജവത്തെയും അന്തസ്സിനെയും കെടുത്തുന്ന ശത്രുവാണ് അലസത. ഈ ബോധം കുട്ടികൾക്ക് പകരുവാൻ മുതിർന്നവർ എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം. അധ്വാനിച്ച് കെട്ടിപ്പടുക്കുന്ന ജീവിതമാണ് ഏറെ ആസ്വാദ്യകരം എന്ന് അവർ ഗ്രഹിക്കട്ടെ. ജീവിതത്തിൻ്റെ യഥാർത്ഥ പൊരുളും പെരുമയും തേടിപ്പിടിക്കേണ്ടത് തന്നെയാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും അറിയട്ടെ. അവർ മനോബലമുള്ളവരും ഉത്തരവാദിത്വബോധമുള്ളവരുമായി വളരട്ടെ. കർമ്മോത്സുകരും സ്വാഭിമാനബോധമുള്ളവരുമായ വ്യക്തികളുടെ ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്വന്തം കഴിവുകളുടെ കരുത്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്വാഭിമാനം തിരിച്ചറിയട്ടെ. അങ്ങനെ മികവാർന്ന ജീവിതം പടുത്തുയർത്തുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആകട്ടെ. അക്ഷീണ പരിശ്രമങ്ങൾക്ക് സന്നദ്ധരും സജ്ജരുമായി അവർ വളരട്ടെ.